അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖസസ്. ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. 88 ആയത്തുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ഖസസ് എന്ന് പറഞ്ഞാൽ കഥാകഥനം എന്നതാണ്. അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെയും ഫിർഔൻ്റെയും കാറൂൻ്റെയും കഥകൾ വിവരിക്കുന്നതിനാലാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേര് നൽകപ്പെട്ടത്. ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെയും ഫിർഔനിൻ്റെയും കഥ. അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔൻ്റെ കൊട്ടാരത്തിൽ, മൂസാ നബി അലൈഹി ഇസ്ലാം കിബിത്തിയെ കൊലപ്പെടുത്തിയത്, മൂസാ നബി അലൈഹി ഇസ്ലാം മദിയനിലേക്ക് പോയത്, അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ചത്, വഹി ലഭിച്ചതും ദൃഷ്ടാന്തങ്ങൾ നൽകിയതും. പിന്നെ ഇതിൽ പറയുന്നത് ഖുർആനിൽ വിശ്വസിക്കുന്ന വേദക്കാർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നതിനെക്കുറിച്ചാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മാർഗദർശനം നൽകുന്നതിനെക്കുറിച്ചും റസൂലിനെ അയക്കാതെ അള്ളാഹു പൊതുശിക്ഷ അയക്കാറില്ല എന്നതിനെക്കുറിച്ചും അള്ളാഹു അല്ലാത്ത ആരാധകന്മാരാരും തന്നെ തങ്ങളുടെ ആരാധകന്മാർക്ക് യാതൊരു നന്മയും ചെയ്യുകയില്ല, എല്ലാ കാര്യവും അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചായിരിക്കുമെന്നതിനെക്കുറിച്ച്, അതുപോലെ പ്രശ്നക്കാരെ സമീപിക്കുന്നതിനെക്കുറിച്ച്, ഉദ്ദേശിക്കുന്ന കാര്യം നന്മയോ തിന്മയോ എന്നറിയാനുള്ള നമസ്കാരം, പിന്നെ ഇസ്തിഖാറത്തിൻ്റെ ദുആ, പിന്നെ അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യത്തിനും അനുഗ്രഹത്തിനും ചില ദൃഷ്ടാന്തങ്ങൾ, കാറൂൻ്റെ കഥ, കാറൂൻ്റെ അഹങ്കാരവും പര്യവസാനവും, പരലോക വിജയം ആർക്കാണ് എന്നതിനെക്കുറിച്ച്. ഇസ്തിഖാറിൻ്റെ ദുആ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്തിഖാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഏർപ്പെടുവാൻ ഉദ്ദേശിക്കുന്നവർ അക്കാര്യം തനിക്ക് ഗുണകരമായിരിക്കുമോ ദോഷകരമായിരിക്കുമോ എന്നറിയാതെ വിഷമിക്കുന്ന പക്ഷം അവന് മനസമാധാനം ലഭിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു മാർഗമാണ് ഇസ്തിഖാറത്ത്. ഗുണകരമായത് കാണിച്ചു തരുവാൻ അള്ളാഹുവിനോട് തേടുക എന്നത്രേ ഇതിൻ്റെ വിവക്ഷ. ഇസ്തിഖാറത്തിൻ്റെ ഏറ്റവും നല്ല രൂപം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതിപ്രകാരമാണ്. അതായത് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ അത്ര പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറത്ത് നല്ലതിനെ തേടൽ ചെയ്യേണ്ട ക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അവിടുന്ന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിങ്ങളിൽ ഒരാൾ ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചാൽ അവൻ ഫർള് നമസ്കാരമല്ലാത്ത 2 റക്അത്ത് നമസ്കാരം നമസ്കരിച്ചു കൊള്ളട്ടെ. പിന്നീട് അല്ലാഹുമ്മ ഇന്നി അസ്തഈറുക എന്ന് തുടങ്ങി അവസാനം വരെയുള്ള ദുആ പറഞ്ഞുകൊള്ളുകയും ചെയ്യട്ടെ. അതോടുകൂടി അവൻ്റെ ആവശ്യം എടുത്തു പറയുകയും വേണം. ഇത് ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. ഈ പ്രാർത്ഥന എല്ലാവരും പഠിക്കേണ്ടതും അർത്ഥം ഗ്രഹിക്കേണ്ടതും ആവശ്യമാകുന്നു. പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹുവേ, നിൻ്റെ അറിവ് നിമിത്തം ഞാൻ നിന്നോട് ഗുണത്തിനപേക്ഷിക്കുന്നു, നിൻ്റെ കഴിവ് നിമിത്തം ഞാൻ നിന്നോട് കഴിവിനപേക്ഷിക്കുകയും ചെയ്യുന്നു. നിൻ്റെ മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. കാരണം നിശ്ചയമായും നിനക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവില്ല. നിനക്കറിയാം, എനിക്കറിയുകയില്ല. നീ അദൃശ്യ കാര്യങ്ങളെ നന്നായി അറിയുന്നവനാണല്ലോ. അല്ലാഹുവേ, എൻ്റെ ഉദ്ദേശത്തിലിരിക്കുന്ന ഇക്കാര്യം എൻ്റെ മതത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിലും എനിക്ക് ഗുണകരമാണെന്ന് നീ അറിയുന്നുവെങ്കിൽ അതെനിക്ക് നീ സാധിപ്പിച്ചു തരികയും അതെനിക്ക് നിഷ്പ്രയാസമാക്കി തരികയും ചെയ്യണമേ. അനന്തരം അതിൽ എനിക്ക് ബർക്കത്തും അഭിവൃദ്ധിയും നൽകണമേ. അല്ലാഹുവേ, ഇക്കാര്യം എൻ്റെ മതത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിലും എനിക്ക് ദോഷകരമാണെന്ന് നീ അറിയുന്നുവെങ്കിൽ അത് നീ എന്നിൽ നിന്നും തിരിച്ചു വിടണമേ. എന്നെ അതിൽ നിന്നും തിരിച്ചു തരണമേ. നന്മ സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നാലും നീ അതെനിക്ക് നിശ്ചയിച്ചു തരികയും പിന്നീട് എനിക്കതിൽ തൃപ്തി വരുത്തി തരികയും വേണമേ. ഈ പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കാര്യത്തിലും പര്യവസാനത്തിലും എന്നതിൻ്റെ സ്ഥാനത്ത് എൻ്റെ കാര്യത്തിൻ്റെ താൽക്കാലിക അവസ്ഥയിലും ഭാവിയിലും എന്നും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ്റെ യുക്തം പോലെ 2-1 ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇസ്തിഖാറ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം നന്മയാണോ തിന്മയാണോ എന്നറിയാതെ ബുദ്ധിമുട്ടുമ്പോൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ഇസ്തിഖാറ നിസ്കാരം. അതിൻ്റെ ദുആയാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. പിന്നെ അവസാനമായി ഇതിൽ പറയുന്നത് കാറൂൻ്റെ കഥയാണ്. അതുപോലെ പരലോക വിജയം ആർക്കാണ് എന്നതിനെക്കുറിച്ചും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ഖസസിൽ അടങ്ങിയിരിക്കുന്നത്.
നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.